വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ദ്രവ്യപ്പാറ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട്. പാലത്തിൽ വന്നിട്ട് 15ാമത്തെ തവണയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. നല്ലൊരു ലാൻഡ്സ്കേപ്പ് പോലുള്ള നല്ല കിടിലമായിട്ടുള്ളൊരു വ്യൂ. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ അമ്പൂരിക്കടുത്തുള്ള കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കണ്ടോ പുറകിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ താഴെ ഇറങ്ങിയത്. ഇവിടുന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അതാ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് പോലുള്ള നല്ല കിടിലമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പുറത്തെ സൈഡും അതെ, എൻ്റെ ബൈക്ക് ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ്. മുകളിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുമ്പിച്ചൽ കടവ് പാലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പണി നടക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. താഴെ ഇറങ്ങി ഇതുവഴിയാണ് വന്നേ. കണ്ടോ, ഇതുവഴി ഇങ്ങനെ ഇത്ര നീളത്തിലാണ് കുമ്പിച്ചൽ കടവ് പാലം ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് പാലത്തിൻ്റെ മുകളിലത്തെ ദൃശ്യമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പാലം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നമ്മളതിൻ്റെ തൊട്ട് താഴെയാണ് നേരത്തെ നിന്നത്. വളരെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. നേരത്തെ താഴെ നിന്ന് ഞാൻ ചായ കുടിച്ചിട്ടാണ് ഈ മുകളിലോട്ട് കയറിയത്. അപ്പുറ സൈഡിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയും രണ്ട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോ? സെക്യൂരിറ്റി പോലെ ഒരാൾ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ വെള്ളറട കുരിശുമല അതൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ കാണുന്നത് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ട് അതുപോലെ തോന്നുന്നു. 2-3 മലനിരകൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. അപ്പുറ സൈഡും അതുപോലെ തന്നെയാണ് കാണാൻ. അപ്പുറത്തെ സൈഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതാ കാഴ്ച. ഇവിടെ ഇത് ദ്വീപ് പോലെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മായങ്കടമുണ്ട്, പിന്നെ പുരവിമല, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞെന്നല്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങനെ കയറിപ്പോകുന്ന ആൾക്കാർക്ക് പിഴയുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാര്യം ഞാൻ അടുത്തെങ്കിലും ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കൊള്ളാമല്ലേ കളർ കോമ്പിനേഷൻ. നമ്മൾ ഇവിടെയാണ് നേരത്തെ നിന്ന് ചായക്കട നിന്നാണ് ചായ കുടിച്ചത്. അവിടെ ഒരു കുരിശടിയുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടെ കാണാൻ ഇതുപോലെയാണ് കേട്ടോ. കുറച്ച് ഭാഗം റിസർവർ പോലെ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള കറക്റ്റ് റൂട്ടൊക്കെ ഇവിടെയുള്ള പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നത് നമുക്കറിയാമായിരുന്നു. ഇനി നമ്മൾ അമ്പൂരിയിലുള്ള കൂടുതൽ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലല്ല, അമ്പൂരി ബ്രിഡ്ജ്, പിന്നെ എരപ്പാങ്കുഴി വാട്ടർഫോൾ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ആനക്കുളം വാട്ടർഫോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ദ്രവ്യപ്പാറ ഒരു ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട്.
അവിടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സമയം 5 മണിയായി. നമുക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ ഉള്ളത് എന്നുള്ളത്. പക്ഷേ നമുക്ക് കയറുന്ന കാര്യം ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്തായിരുന്നാലും പോകണം. അതും കൂടെ ഉള്ളെന്നല്ല. പിന്നെ ഞണ്ടുപാറ, ഏണിപ്പാറ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയെങ്കിലും നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം മീൻസ് നമുക്കിപ്പോൾ യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് വീഡിയോസ് വരുന്നത്. പപ്പ കുറച്ച് ബിസിയാണ്. പപ്പയും കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വൈഫും നമ്മുടെ കൂടെ അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ്. കൂടെ ഉണ്ട്, അതല്ല പറഞ്ഞേ. ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ കൊച്ചായിരുന്നാലും അവനും പഠിത്തമുണ്ട്. അപ്പോൾ ആ കാരണങ്ങളാലാണ് നമുക്ക് ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര പോകാൻ പറ്റാത്തത്. അല്ല താല്പര്യക്കുറവല്ല. അപ്പോൾ കണ്ണാടി എങ്ങനെയുണ്ട് ചുമ്മാ തംബ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യാത്ര ഇപ്പോൾ വളരെ കുറച്ചിട്ടുള്ളത്. ഇനി പോകണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യാത്ര വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുറേ നാൾ നമ്മൾ വിചാരിച്ചതാണ് കുമ്പിച്ചൽ കടവ് പാലം ഒന്ന് വന്ന് കാണണമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഫ്രീ ആയിട്ട് നിന്നു. എന്തായിരുന്നാലും നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങിയതാണ്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നാലും നമുക്കും വന്ന് കാണാൻ പറ്റും, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് തന്നെയാണ് അങ്ങറ്റം വരെ. അവിടെ അങ്ങറ്റം കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്, ഇവിടെയും കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ യാത്രാ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള കുഞ്ഞു യാത്രകളും വലിയ യാത്രകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ശരി, നമുക്കിനി അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം, അടുത്തൊരു വിശേഷമായിട്ട് കാണാം. അടുത്ത് ഇവിടെ എങ്ങാനും സ്ഥലം ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ ഒരു സെക്യൂരിറ്റി ചേട്ടനാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ളൊരു ചേട്ടൻ വരുന്നുണ്ട്. ചോദിച്ചു നോക്കാം അടുത്തുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കാണിക്കും. ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നേരെ ഇന്നത്തെ യാത്ര നിർത്തുകയാണ്. ഓക്കെ, എൻ്റെ പേര് സാജു. ഞാൻ അമ്പൂര് പഞ്ചായത്തിലെ സ്റ്റാഫാണ്. ഞാൻ 28 വർഷം അമ്പൂര് പഞ്ചായത്തിലെ കടത്തുകാരനായിരുന്നു. അതിനുശേഷം ആ കടത്ത് പോയതിന് ശേഷം പഞ്ചായത്തുകാരും എല്ലാവരും കൂടെ നിയമിച്ച് എന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിയമിച്ച് അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാവരും ഇവിടെ വന്ന് കാണാനും ഇത് ഒരു നല്ലൊരു വൈബാണ്. ഇവിടെ പ്രകൃതി ഭംഗിയാണ്. ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഒരു 700 വീട്ടുകാരുണ്ട്. ഒരു 250 വീട്ടുകാർ നാട്ടുകാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ സഞ്ചരിക്കുന്ന ഇപ്പം ഭയങ്കര ഒരു വൈബായി. കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗമാണിത്. പട്ടിക്കാട് പോലെ കിടന്ന സ്ഥലം ഇപ്പം നല്ല തിരുവനന്തപുരം സിറ്റി കിടക്കും പോലെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അതിന് ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ CK ഹരീന്ദ്ര MLA ആണ് ഈ പാലം ഇവിടെ കൊണ്ടുവന്നത്. പുള്ളിക്കും വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസമായി. ഇപ്പോൾ പാലത്തിൽ ഒരു 4.5 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. 4.5 വർഷം കൊണ്ട് പൂർത്തിയാക്കി. ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു 6 മാസം ആയതേ ഉള്ളൂ. ആൾക്കാർ ഇഷ്ടം പോലെ. ഈയിടെ എന്നോട് ഒരാൾ വന്ന് പറയാണ്, ചേട്ടാ ഞാനിവിടെ ഈ പാലത്തിൽ വന്നിട്ട് 15ാമത്തെ തവണയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ചിന്തിച്ചത്. കാരണം 15 പ്രാവശ്യമൊക്കെ ഈ നാട് വന്ന് കാണാൻ വേണ്ടി അത്രയും അവർ ഈ നാടിനെക്കുറിച്ച് സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം അത്ര സ്നേഹമുള്ള ആരാണ് ഇവിടെ വരുന്നതും എല്ലാ മനുഷ്യനും സന്തോഷത്തോട്ടിരിക്കുന്നു. ചേട്ടാ ഇവിടുത്തെ കടത്തുകാരായിരുന്നു? ഞാനിവിടുത്തെ കടത്തുകാരനായിരുന്നു. കടത്തുകാരനാണ്. വീട് ഇവിടെ അടുത്താണ്? ഇവിടെ തൊട്ടടുത്ത്. ഈ നമുക്ക് ഇതിനപ്പുറത്തോട്ടുള്ള സ്ഥലം നമുക്ക് ആൾക്കാർക്ക് ട്രൈബൽ ഏരിയയാണ്, ആദിവാസി മേഖലയാണ്. അത് നമ്മുടെ ഇതാണ് കുരിശുമല. അതിന്റെ തൊട്ടപ്പുറത്ത് അമ്പൂര് സൈഡ് കെട്ടി കൂനിച്ചി എന്ന് പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ഫുൾ ടൈം ചേട്ടൻ തന്നെ ഇവിടെ കാണാം? ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് കാണാം. ചേട്ടാ നമ്മൾ ട്രാവൽ ഡയറി എന്ന് പറഞ്ഞ ചാനലാണേ. എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ സമയം കിട്ടുകയാണെങ്കിൽ കാണാം കേട്ടോ. ഇല്ല, ഞാൻ ഒരു 2 ദിവസത്തിനകത്ത് 2-3 ദിവസത്തിനകത്ത് ഇടും. ട്രാവൽ ഡയറി എന്ന് പറഞ്ഞു യാത്രാ ചാനൽ. യൂട്യൂബ്. ഓക്കെ. അപ്പോൾ ഈ പാലം വന്നത് ആ ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, സെക്യൂരിറ്റി ചേട്ടനെ കണ്ടു പരിചയപ്പെട്ട് ആ ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. ഇടയ്ക്ക് ഒരു മഴ പെയ്തു, അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടാക്കിയത്. ഇടയ്ക്ക് സംസാരിച്ചു. പുരവിമല, ഇവിടെ നിന്ന് നേരെ പോകുന്നത് പുരവിമലയ്ക്കാണ്. ഒരു 5 കിലോമീറ്ററോളം പോവാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓഫ് റോഡാണ്. അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക്
പ്രവേശനം അങ്ങനെ വലുതായിട്ട് കാണിക്കുന്നില്ല. പിന്നെ KSRTC ബസ്സുണ്ട്. പിന്നെ ഈ പാലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ 4-4.5 വർഷത്തോളം അവർ പണി ചെയ്തു. ഇപ്പോൾ 6 മാസം എന്തോ ആയി ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള, അതായത് ഇതിനപ്പുറത്തോട്ടുള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവർക്ക് അമ്പൂരി പോകാൻ വേണ്ടിയിട്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഈ പാലം വരും മുമ്പ് ഏകദേശം 13 കിലോമീറ്റർ ചുറ്റിയാണ് അവർ അവരുടെ സാധനങ്ങളോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കറങ്ങിപ്പോകുന്നത്. അല്ലാതെ ഇവിടെ കടത്തുണ്ടായിരുന്നുള്ള സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും ചെയ്തില്ല, വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോ ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കുമ്പിച്ചൽ കടവ് പാലത്തിനെ കുറിച്ച് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. എന്തായിരുന്നാലും വന്ന് കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര രസമാണ്, പ്രകൃതി ഭംഗി. പിന്നെ വേറൊന്നുകൂടെ എടുത്ത് പറയാനുള്ളതാണ്, നമ്മൾ സിറ്റിയിൽ ഇപ്പോൾ ഞാൻ മിക്കവാറുള്ള ദിവസങ്ങളിൽ സിറ്റിയിൽ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുണ്ടാവും ഓട്ടോയോ എന്തെങ്കിലും ആവശ്യം സിറ്റിയിലുണ്ടാവും. അവിടെയാണെങ്കിൽ ഈ ഒരു സമാധാനം കിട്ടില്ല, സത്യമായിട്ടുള്ള കാര്യം പറയാം. ഉണ്ടോ, ഒന്നുമില്ല, കിളി വിളിക്കുന്നതും പിന്നെ മഴ പെയ്യുന്നതിൻ്റെ ചെറിയ സൗണ്ട്, കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് മാത്രം. നമ്മുടെ സിറ്റിയിൽ ഈ ഒരു അന്തരീക്ഷം കിട്ടത്തില്ല. അതാ ചീവീട് വിളിക്കുന്നുണ്ട്, കണ്ട. സിറ്റിയിൽ എപ്പോഴും ഹോണടിയും പുകയും വണ്ടിയുടെ സൗണ്ടും, എല്ലാവർക്കും ഒരു എന്താ പറയുക തിരക്കാണ്. ജീവിതത്തിൽ തന്നെ ഇങ്ങനെ തിരക്കാറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്തോ എല്ലാവർക്കും ഇങ്ങനെ ജീവിതം ഞാനും പാഞ്ഞു പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യന്ത്രം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇനി ഒന്നുകൂടെ യാത്രയെ ഒന്നുകൂടെ ഒന്ന് സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണമെന്നുണ്ട്. എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ്. കുറച്ച് സമയം കൂടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. പിന്നെ അടുത്തുള്ള ആൾക്കാരും ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ദൂരെ നിന്നുള്ള കാറിലൊക്കെ വന്നുള്ള ആൾക്കാരാണ്. അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്, നേരത്തെ ഇവിടെ 1-2 പേരുണ്ടായിരുന്നു, വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് മാത്രമല്ല, തൊട്ടടുത്ത് എരപ്പാൻകുഴി വാട്ടർഫോളുണ്ട്, ആനക്കുഴി വാട്ടർഫോൾ, ഇതൊക്കെ അടുത്തടുത്ത് വരുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. പിന്നെ അമ്പൂരിയുടെ തന്നെ കുഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും നേരത്തെ ഞാൻ ബൈ പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തൊരു യാത്രാവിശേഷമായിട്ട് കാണാം. ബൈ.